പ്രിൻറ്റിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്യാൻ ക്യാൻവയാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യണം. വേറെ മീഡിയയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള സൈസിലായിരിക്കില്ല നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിൻ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്യാൻവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രിൻറ്റഡ് ഡോക്യുമെൻ്റ് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇമേജസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് 300 dpi ഇമേജസ് ആണെന്ന് ഉറപ്പാക്കണം. 300 dpi വളരെ കൂടിയാലും പ്രയോജനമില്ല, കുറഞ്ഞു പോയാൽ അത് പ്രിൻ്റ് ക്വാളിറ്റിയെ ബാധിക്കും. ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് എല്ലാം 100% ബ്ലാക്കിൽ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കണം. അത് അലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും കട്ടിങ്ങിൽ നിന്ന് ഒരു 5 mm ഉള്ളിലേക്കായിരിക്കണം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുന്ന സമയത്ത് റിസ്ക്കിലായിരിക്കും. അപ്പോൾ അത് ഉള്ളിലേക്ക് നമ്മൾ അലൈൻ ചെയ്യണം. PDF ആക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഓപ്ഷൻസിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ബ്ലീഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ആ ബ്ലീഡിൻ്റെ ഓപ്ഷൻ ഓൺ ആയിരിക്കണം. ഇമേജസ് എല്ലാം CMYK ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓണാക്കി വെച്ചിട്ട് വേണം PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ക്യാൻവയ്ക്കകത്ത് ആ ഓപ്ഷൻസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് അത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയുള്ള PDF ആണ് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ അത് കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ടുള്ള PDF ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.